എനിക്ക് തോന്നണില്ല അന്നം തിന്നണ ഏതൊരു മനുഷ്യനും ദയാൻ വിശ്വസിക്കാൻ പറ്റും. അതൊരു ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനെ ഇതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങൾ വലിച്ചത്? ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റും. അത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം ഇത് പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. പിന്നീട് CI സാറിന് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വ്യക്തികളുടെ കേസിൽ ഞങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് നിൽക്കാനില്ല. 360 ഡിഗ്രിയിൽ ആർക്കാണോ ഞങ്ങൾ കുട്ടീനെ ആവശ്യമില്ലാണ്ട് നോക്കിച്ചത്, നിയമപരമായിട്ട് അതിൻ്റെ അറ്റ്മോസ്റ്റ് എൻഡ് വരെ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റും, അതുവരെ ഞങ്ങൾ എന്തൊക്കെ വന്നാലും ഞങ്ങൾ പോകും. നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ പ്രശ്നക്കാരനാടാ, അവനത് ചെയ്യും. AI വോയിസ് ആണ്, അതായത് ഞങ്ങളെയൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. AIയെ ചാരി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കാന്ന് പ്രൂവനാണ്. അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. എനിക്ക് തോന്നണില്ല അന്നം തിന്നണ ഏതൊരു മനുഷ്യനും ദയാൻ വിശ്വസിക്കാൻ പറ്റും. അതൊരിക്കലും തെളിയൂല. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.